പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുർ റഹ്മാനാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 36 ആയത്ത് വരെ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് 37 ആയത്ത് മുതൽ 45 ആയത്ത് വരെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തുകളെ മാത്രം എടുത്തു പറയുകയാണ്. മരണത്തെ ഓർമ്മിപ്പിച്ചതും നരകത്തെ ഓർമ്മിപ്പിക്കുന്നതും ഈ സൂറത്തിൽ വരുന്നുണ്ട് എങ്കിലും അതെല്ലാം ഒരു അനുഗ്രഹമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് മുജ്രിമീങ്ങളായ ആളുകൾ, പരാജിതരായ ആളുകൾക്കുള്ള അദാബ് ആണ് വിശദീകരിക്കുന്നത്. ഖിയാമത്ത് നാളിൽ സംഭവിക്കാനിരിക്കുന്ന സൂചനകളെ, ഉൽക്കവർഷമടക്കമുള്ള സൂചനകളെ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചു. ഫൈദൻ ശഖ്ഖത്തിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആകാശത്ത് നിന്ന്, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിപ്പെടേണ്ട രശ്മികളും എത്തിയാൽ അപകടങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന രശ്മികളും ഉണ്ട്. ആ അപകടമുണ്ടാക്കി തീർക്കുന്ന രശ്മികളെ ഓസോൺ പാളികളിൽ തടഞ്ഞു വെക്കുന്ന, നിർത്തുന്ന സംവിധാനത്തെ അല്ലാഹു തആല ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആനിന്റെ ആയത്ത് പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഓസോൺ പാളിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്തടക്കം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഫൈദൻ ശഖ്ഖത്തിസ് സമാ, ആകാശം പിളർന്ന് ആകാശത്തു നിന്നെല്ലാം തകർന്നു വീഴുന്ന ഒരു സമയം ഖിയാമത്ത് നാളിനെ സൂചിപ്പിക്കുകയാണ്. ഫകാനത് വർദതൻ കദ്ദിഹാൻ, എല്ലാം തകർന്നടിഞ്ഞ് കടും ചുവപ്പ് നിറത്തിൽ ഒരു കുഴമ്പ് പോലെയായി എല്ലാം താഴോട്ട് വരും എന്ന് അല്ലാഹു തആല പറയുന്നു. എങ്ങനെയാണ് ഇത് കടും ചുവപ്പ് നിറത്തോട് സാദൃശ്യപ്പെടുത്തിയത് എന്ന് മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഖിയാമത്ത് നാളിന്റെ സമയത്ത് ആകാശത്ത് നിന്ന് തീനാളങ്ങൾ താഴോട്ട് വരുന്നു, ഉൽക്കവർഷം നടക്കുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നു. അപ്പൊ മുകളിൽ നിന്ന് തീജ്വാലകൾ താഴോട്ട് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഭൂമിയിലാണെങ്കിലോ കടൽ ആളിക്കത്തുന്നു, എല്ലാം തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എല്ലാം ചുവന്ന നിറത്തിൽ കാണും. അതുകൊണ്ടായിരിക്കണം ഫകാനത്ത് വർദതൻ, നല്ല ചുവപ്പ് നിറത്തിൽ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കാനുള്ള കാരണമെന്ന് ചില മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഫൈദൻ ശഖ്ഖത്തിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ, എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു കുഴമ്പ് രൂപത്തിലാകും എന്നുള്ളതിൽ സംശയമില്ല. അത് നിഷ്പ്രയാസം അല്ലാഹുവിന് ചെയ്യാൻ കഴിയും. ഇതെല്ലാം നടക്കാനുള്ളതാണ് എന്നുള്ളതും അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഇതിൽ ഏതിനെയാണ് നിങ്ങൾ, എന്തൊരു ആയുധം വെച്ചാണ് നിങ്ങൾ കളവാക്കുന്നത്? അല്ലാഹുവിന്റെ നിഅമത്തുകളെ ഖിയാമത്ത് നാളിന്റെ സൂചനയും നിഅമത്തായിട്ടാണ് എണ്ണിയത്. കാരണം ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് നമ്മളോട് നേരത്തെ ഓർമ്മപ്പെടുത്തൽ അതൊരു നിഅമത്താണ്. അതറിയിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് അതൊരു പോരായ്മയായി മാറും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അതൊരു റഹ്മത്തായിട്ട് തന്നെ സൂറത്തുർ റഹ്മാനിൽ എണ്ണുകയാണ്. ഇനി നോക്കൂ, നിങ്ങൾ അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ. ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി,
ആ ഖിയാമത്ത് നാളിൽ ലാ യുസ്അലു അൻ ദംബിഹി, നിങ്ങളുടെ ഓരോരുത്തരുടെയും തിന്മകളെ കുറിച്ച്, ദോഷങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. ഇൻസും വലാ ജാൻ, ഒരു മനുഷ്യനോടും ജിന്നിനോടും നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ തൊട്ട് ചോദിക്കപ്പെടുകയില്ല. ഇങ്ങനെ ഈ ഒരു ആയത്ത് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം വരും. നാളെ ആഖിറത്തിലാണല്ലോ ഈ തെറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാനുള്ളത്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും. നാളെ ഓരോ സെക്കൻഡിനും മറുപടി പറയാതെ ഒരു കാലടി നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ആ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് പറയുകയാണ്, ഒരു മനുഷ്യനോടും ഒരു ജിന്നിനോടും അന്നത്തെ ദിവസം നിങ്ങളെ ചെയ്ത തെറ്റുകളെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. ഇത് വൈരുദ്ധ്യല്ലേ? ഒരു സ്ഥലത്ത് ചോദിക്കുന്നും പറയാം, മറ്റൊരു സ്ഥലത്ത് ചോദിക്കൂല എന്നും പറയാ. ഇതെങ്ങനെ ശരിയാകാ എന്നൊരു ചോദ്യം. ഇവിടെ അല്ലാഹു തആല ഉദ്ദേശിച്ചത് എന്താണ്? ഫയൗമഇദിൻ, ആ ഖിയാമത്ത് നാളിൽ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസും വലാ ജാൻ, നമ്മളോട് നീ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയല്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കൂല എന്നാണ് പറഞ്ഞത്. എടോ, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? നീ ഹറാമ് നോക്കിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഉണ്ടാകൂല. നീ അന്ന് ഇന്ന സമയത്ത് ഇന്ന ഡേറ്റിൽ കള്ളു കുടിച്ചില്ലേ? ഉറപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. നീ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയത്തിലുള്ള ചോദ്യങ്ങളില്ല. ഉറപ്പുവരുത്തിയിട്ട് നിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു തെളിവ് സഹിതം ചോദിക്കുകയാണ്. അല്ലാതെ നീ അങ്ങനെ ചെയ്തിരുന്നോ, നിന്റെ തെറ്റിൽ അങ്ങനെ ക്ലിയറൻസ് എടുക്കുന്ന ഒരു പരിപാടി അവിടെ ഇല്ല എന്നാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസും വലാ ജാൻ, ഒരു മനുഷ്യനോടും ജിന്നിനോടും അവിടെ നിന്ന് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ചോദ്യം എങ്ങനെയാണ്? ഇന്ന സമയത്ത് നീ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്. അത് കളവ് പറയുമ്പോൾ അതിന്റെ കൃത്യമായ നിയമങ്ങളെ കൃത്യമായ സമയത്തെ അടക്കം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ, അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ ഏത് ഒരു നിയമം വെച്ചുകൊണ്ടാണ് നിങ്ങൾ കളവാക്കുന്നത്? എന്തിനാണ് അല്ലാഹു തആല ചോദിക്കൂല എന്ന് പറഞ്ഞത്? അടുത്ത ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു. ചോദിക്കാതെ തന്നെ കുറ്റവാളികളെ വേർതിരിച്ചറിയുന്ന ഒരു സംവിധാനം അവിടെ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, യുറഫൂനൽ മുജ്രിമൂന, പരാജിതരായ ആളുകൾ അവരെ ആ മനുഷ്യരെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ബിസീമാഹും, അവരുടെ ശരീരത്തിൽ അവരുടെ മുഖത്ത് അടയാളങ്ങളുണ്ട്. യുറഫുൽ മുജ്രിമൂന, പരാജിതരായ ആളുകളെ അറിയപ്പെടുന്നു. ബിസീമാഹും, അവരിൽ വ്യത്യസ്തങ്ങളായ അടയാളങ്ങളുണ്ട്. ഇവൻ ദോഷിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അവന്റെ മുഖത്ത് അതിന് പ്രത്യേകം അല്ലാഹു തആല അടയാളം വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ തെറ്റ് ചെയ്ത ആളുകളുടെ മുഖത്തുള്ള അടയാളങ്ങളെ, വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, ഒരു വിഭാഗം ആളുകളുടെ മുഖം നാളെ വെളുത്തിരിക്കും, പ്രകാശപൂരിതമാകും. അവരാരാണ്? സ്വർഗത്തിന്റെ അവകാശികളാണ്, നന്മ ചെയ്തവരാണ്. എന്നാൽ വതസ്വദ്ദു വുജൂഹ്, ഒരു വിഭാഗം ആളുകളുടെ മുഖമെന്ന് കറുത്തിരുണ്ടിരിക്കും. അവരാരാണ്? തിന്മ ചെയ്ത ആളുകളാണെന്ന് ഖുർആൻ. അപ്പൊ നന്മ ചെയ്ത ആളുകളുടെ മുഖം വേറെ തന്നെ കാണാനാകും. തിന്മ ചെയ്തവന്റെ മുഖത്തോ അത് പ്രത്യേകമായി അറിയാനാകും. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിച്ചവന്റെ വയറ് വീർത്തുകൊണ്ടാണ് എത്രയും നാൾ ആഖിറത്തിൽ വരുന്നത്.
അവന്റെ ശരീരപ്രകൃതിയിൽ തന്നെ അല്ലാഹു മാറ്റം കൊടുത്തിരിക്കുകയാണ്. പലിശയുമായി ബന്ധപ്പെട്ടവൻ, പലിശ തിന്നവൻ, അവൻ നാളെ ആഖിറത്തിൽ വരുമ്പോ എല്ലാ ജനങ്ങളും കാണുന്ന രീതിയിൽ അവന്റെ വയറ് വീർത്തുകൊണ്ടാണല്ലോ അവിടെ കൊണ്ടുവരുന്നത്. അവനെ കാണുമ്പോ തന്നെ അറിയാം ഇവൻ ഇന്നാലിന്ന തെറ്റ് ചെയ്തവനാണെന്ന്. ഇങ്ങനെ ഓരോ ആളുകളെയും വ്യത്യസ്തങ്ങളായ അവരവരുടെ കാറ്റഗറി അനുസരിച്ചുള്ള ഓരോ രൂപമാറ്റങ്ങൾ നൽകുന്നുണ്ട്. മുഅദ്ദിനീങ്ങളായ ആളുകൾ, ബാങ്ക് വിളിക്കുന്ന ആളുകൾ തൂലുൽ അനാഖാണ്, പിരടി നീണ്ടവരായിട്ടാണെന്നാണ് പറഞ്ഞത്. പിരടി നീണ്ടവരെന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ പോലെ നീണ്ട ആകെ കോലക്കടായി വരുന്നല്ല അതിന്റെ അർത്ഥം. അവരെ പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് എടുത്തു കാണിക്കാൻ പറ്റും, എടുത്തു കാണുന്ന രീതിയിലാണ് ബാങ്ക് വിളിക്കുന്ന ആളുകൾ. അല്ലാഹു അത്രയും ഷറഫുള്ളവരാണ്. ബാങ്ക് വിളിക്കുന്നവർ വലിയ ഷറഫുള്ളവരാണ്. മുഅദ്ദിനീങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും മുഅദ്ദിനീങ്ങൾക്ക് യാതൊരു വില ഉണ്ടാവാറില്ല. ഇമാമിങ്ങൾക്കും ഖതീബന്മാർക്കും മുദരിസന്മാർക്കും ഒക്കെയാണ് വില കൊടുക്കുക. പക്ഷെ നമ്മളെക്കാളൊക്കെ വില ഉള്ളത് മുഅദ്ദിനീങ്ങൾക്ക്, അള്ളാഹിന്റെ അടുത്ത് വില ഉള്ളത്. ചില ആളുകൾ അവിടെ പേര് വിളിക്കുന്നതാണ്. ഒരു ഉസ്താദ് ഒരു മുസ്ലിം പോലും കൂട്ടാതെ ഞാൻ ഇവിടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പലപ്പോഴും സങ്കടം തോന്നിപ്പോകും. ഇത്ര കാലങ്ങൾ ജീവിച്ചിട്ട് ഒരു ആലിമിനെ, ഒരു ഉസ്താദിനെ എങ്ങനെ അദ്ദേഹത്തെ ഫേസ് ചെയ്യണമെന്നും പോലും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മോശമാണ്. ഞാൻ നമ്മളെ മുഅദ്ദിൻ ഇവിടെ എല്ലാത്തോണ്ട് ഞാൻ പറയാം, ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ മോശമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം അടക്കം ഒരാള് നേരിട്ട് പേര് വിളിക്കുന്നു കേട്ടു. പ്രായം കൊണ്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അദ്ദേഹം നിങ്ങളെക്കാൾ ഇൽമുള്ള ഒരാളാണ്. ഒരു മുഅദ്ദിൻ ഇൽമില്ല, മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സ്ഥാനം കൊടുത്ത മനുഷ്യനല്ലേ. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ മനസ്സിലാക്കിയത്? മുഅദ്ദിനിന്റെ പവർ മനസ്സിലായാൽ നമ്മളെ നാടുകളിൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ശമ്പളം കുറവുള്ള ആള്, ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരാള്, അങ്ങനെ എല്ലാറ്റിനും കൂടെ ഉപയോഗിക്കുന്ന ഒരാളാണ് മുഅദ്ദിൻ. പക്ഷെ മുഅദ്ദിൻ ഇസ്ലാമിൽ വലിയ പദവിയുണ്ട്, വലിയ സ്ഥാനമുണ്ട്. ആ മുഅദ്ദിനിന്റെ ഹയ്യ അല സ്വലാത്തി ഹയ്യ അൽ ഫലാഹ് കേട്ടിട്ട് എത്രയോ ആളുകൾ വന്ന് നിസ്കരിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടിട്ട് ഒരുപാട് ആളുകൾ വീടുകളിൽ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ പവറുണ്ട്. അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആഖിറത്തിൽ വരുമ്പോൾ ആ നന്മ ചെയ്ത മനുഷ്യൻ അങ്ങനെ വേർതിരിച്ചറിയുന്ന രീതിയിലാണ് വരുന്നത്. ശുഹദാക്കൾ അവര് രക്തത്തിൽ കുളിച്ചുകൊണ്ടാണ് എന്നേറ്റു വരുന്നത്. ഇങ്ങനെ നന്മ ചെയ്തവർ അവരവരുടെ കാറ്റഗറിയിൽ അറിയപ്പെടുന്ന രീതിയിൽ വരുമ്പോ തിന്മ ചെയ്ത ആളുകൾ വരുന്നത് എങ്ങനെയാണ്? അവരവരുടെ മുഖം കറുത്തിരുണ്ടതായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആ കാഫിരീങ്ങളായ അല്ലെങ്കിൽ പരാജിതരായ നരകത്തിന്റെ അവകാശികൾ വരുമ്പോൾ അവരുടെ മുഖം ചൂടാക്കിയിട്ട് മുഖത്ത് വ്യത്യസ്തങ്ങളായ അടയാളമുണ്ട്. സൂറത്ത് തൗബയുടെ 35-ാമത്തെ ആയത്ത്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ, നരകത്തിൽ വെച്ച് ചൂടാക്കിയതെടുത്തിട്ട് ആ തെറ്റ് ചെയ്ത ആളുടെ അവരുടെ മുഖത്ത് അല്ലാഹു തആല വെച്ചു കൊടുക്കുകയാണ്. വജുനൂബുഹും വളുഹൂറുഹും, അവന്റെ തൊലിയുടെ മറ്റു ഭാഗങ്ങളിൽ വെച്ച് പൊള്ളിക്കുകയാണ്, അവന്റെ പുറം ഭാഗത്ത് വെച്ച് പൊള്ളിക്കുകയാണ്. ചട്ടകം വെച്ചൊരു മനുഷ്യന്റെ മുഖത്തങ്ങ് പൊള്ളിച്ചാൽ പാടുവരും എന്നതുപോലെ നാളെ കുറ്റവാളികൾ ആഖിറത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോ അവന് പ്രത്യേകം തെറ്റ് ചെയ്തവനാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, ചോദിച്ചു തെളിയിക്കേണ്ട ആവശ്യമില്ല. അതാണ് അല്ലാഹു സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞത്, യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും, അവരവരുടെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അറിയപ്പെടുന്നവരാണ്. അപ്പൊ തെറ്റ് ചെയ്ത മനുഷ്യന്റെ മുഖത്ത് പാടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നത് നോക്കൂ, തെറ്റ് ചെയ്തവന്റെ മുഖം കറുത്തിരുണ്ട് പോകുന്നുണ്ട്. ആൽ ഇംറാനിന്റെ 106-ാമത്തെ ആയത്ത്, ഫഅമ്മല്ലദീന സ്വദ്ദത് വജൂഹും അകഫറതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ.
ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹും, അതേ അല്ലാഹുവിനെ നിഷേധിച്ച ആളുകൾ അവരുടെ മുഖം കറുത്തിരുണ്ട് പോയിരിക്കുന്നു. നാളാഖിറത്തിൽ അങ്ങനെ തന്നെ കാണാം. ഇവിടെ വെളുത്ത് തുളുമ്പി തക്കാളി പോലെയുള്ള മുഖമാണെങ്കിലും നാളെ ആഖിറത്തിൽ വരുമ്പോൾ അവന്റെ മുഖം കറുത്തിരുണ്ട് പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സൂറത്ത് സുമറിന്റെ 60-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നു, വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബൂ അലല്ലാഹി വുജൂഹും മുസ്വദ്ദാ, അവന്റെ മുഖം കറുത്തു പോകുമെന്നാണ്. അപ്പൊ ആഖിറത്തിലേക്ക് വരുമ്പോ കുറ്റം ചെയ്ത് തെറ്റീത പരാജിതരായ ആളുകളുടെ മുഖം യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, അത് പറഞ്ഞു ചോദിച്ച് തെളിയിക്കേണ്ടതില്ല, അവനെ കണ്ടാൽ തന്നെ മനസ്സിലാകുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. രണ്ട് അടയാളം പറഞ്ഞു. ഒന്ന്, മുഖത്ത് പൊള്ളിച്ച പാടുകളുള്ളവരായിട്ടായിരിക്കും വരിക. മറ്റൊരു രൂപം മുഖം കറുത്തിരുണ്ടവനായിട്ട് വരും. മൂന്നാമത് ഖുർആൻ പറഞ്ഞത് കുറ്റവാളികളായ ആളുകൾ അവർ കടന്നു വരുന്ന രൂപം എങ്ങനെയാണ്? അവരുടെ മുഖത്ത് അഴുക്കും ചളിയും എല്ലാം മ്ലേച്ഛതകളുമെല്ലാം നിറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അബസയുടെ 40-41 ആയത്തുകളിൽ പറയുന്നു, വവുജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറാ, മുഖത്ത് ചളിയടിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ മ്ലേനത നിറഞ്ഞിട്ടുണ്ട്. മ്ലേച്ഛമായ വസ്തുക്കൾ തെറ്റ് ചെയ്ത പാപികളുടെ മുഖത്തുണ്ട്. അവനെ പറഞ്ഞറിയിക്കേണ്ടവനെ കണ്ടാൽ തന്നെ അറിയാം ഇവൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തവനാണെന്ന് വിശുദ്ധ ഖുർആൻ. മൂന്നാമതായി അവന്റെ മുഖത്ത് പൊടിയുണ്ട്, ചെളിയുണ്ട്. നാലാമതായി ഒട്ടിച്ചുളിഞ്ഞ മുഖമായിട്ടാണ് തെറ്റ് ചെയ്തൊരു മനുഷ്യൻ നാളെ ആഖിറത്തിൽ വരുന്നത്. അത് സൂറത്തുൽ ഖിയാമയുടെ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വവുജൂഹു യൗമഇദിൻ ബാസിറ, നാളെ ആ ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത് അവരുടെ മുഖം ഒട്ടിച്ചുളിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞ മുഖമായിട്ടാണ് അവൻ വരുന്നത്. അപ്പൊ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, തെറ്റ് ചെയ്തവൻ അവനെ തെളിയിക്കേണ്ട ആവശ്യമില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി, നിങ്ങളോട് ഇന്നാലിന്ന തെറ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, നിങ്ങൾ തെറ്റ് ചെയ്തതനുസരിച്ച് നിങ്ങളെ ശരീരത്തിൽ നേരത്തെ തന്നെ അടയാളം വെച്ചുപോയി. ഒന്നുകൂടെ പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞു മറ്റൊരടയാളം. സൂറത്തുൽ ഗാശിയയിൽ 2-ാമത്തെ ആയത്ത്, വുജൂഹു യൗമഇദിൻ ഖാശിഅ, തല താഴ്ത്തുന്നവരാണവർ, തെറ്റ് ചെയ്തവർ. ഇവിടെ ഒരു കൊലപാതകത്തിൽ പിടികൂടി, മയക്കുമരുന്നിൽ പിടികൂടി, വേറെ എന്തെങ്കിലും സ്വർണ്ണക്കടത്തിൽ പിടികൂടി, അവനെ മീഡിയയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ തല താഴ്ത്തി പിടിക്കുകയാണ്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ട് മുഖം പൊത്തിക്കളയുകയാണ്. എന്തിനാണ്? അഭിമാന പ്രശ്നമാണ്, ജനങ്ങൾ കാണാതിരിക്കാനാണ്. മീഡിയന്റെ മുമ്പിൽ, ക്യാമറയുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നാൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഇവിടെ ധിക്കരിച്ച് തെറ്റ് ചെയ്തവൻ അല്ലാഹുവിന്റെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ വുജൂഹു യൗമഇദിൻ ഖാശിഅ, തല താഴ്ത്തി കളിയും. അവൻ അഭിമാനത്തോടവന് തല പൊക്കാനാകൂല. അതേ ആശയം തന്നെ സൂറത്തു സജദയിലും അല്ലാഹു പറഞ്ഞു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം, അവരതാ തല താഴ്ത്തി കളയുന്നവരാണ്. തല പൊക്കാൻ കഴിയൂല, അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞു, ഇവരെയൊന്നും പ്രത്യേകം ചോദിച്ച് തെളിയിക്കേണ്ട ആവശ്യമില്ല. വരുമ്പോ തന്നെ ജനങ്ങൾക്കറിയാം, ഇവനും അറിയാം ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരടിക്കുമ്പം വരുമ്പോ തന്നെ തല താത്തിയിട്ട് തല പൊക്കണില്ല. ഒരു മനുഷ്യന്റെ മൂത്തം നോക്കൂല. ഖുർആൻ പറയാണ്, ഇനി നിങ്ങൾ നോക്കൂ എത്ര അടയാളങ്ങളാ ഖുർആൻ പറഞ്ഞത്. വ്യത്യസ്തങ്ങളായ ആയത്തിൽ അവന്റെ കണ്ണിന് നിറം മാറ്റമുണ്ട്, നീല കണ്ണുമായി അവൻ വരും. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ, സൂറത്തു താഹയുടെ 102-ാം ആയത്ത്.
നാളെ തെറ്റ് ചെയ്ത മുജ്രിമീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നത് നീല കണ്ണുള്ളവനായിട്ടാണ്, കണ്ണിനുള്ള നിറം മാറ്റിയിട്ടാണ്. ഇങ്ങനെ എത്രയെത്രയോ അടയാളങ്ങൾ ഖുർആനിൽ പറയുന്നു. അതുകൊണ്ടാണ് യുറഫുൽ മുജ്രിമൂന ബിസിമാഹും, തെറ്റ് ചെയ്തവനെ തെളിയിക്കേണ്ട ആവശ്യമില്ല, അവന്റെ മുഖത്ത് തന്നെ അല്ലാഹു തആല അടയാളം കൊടുത്തിട്ടുണ്ട്. ഒരടയാളം കൂടി നിങ്ങൾ നോക്ക്, തല കുത്തി താഴോട്ടാക്കിയിട്ടാണ് തെറ്റ് ചെയ്തവർ വരുന്നത്. ഖുർആൻ പറയുന്നു സൂറത്തുൽ ഇസ്രാഇന്റെ 97-ാം ആയത്ത്, വനഹ്ശറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയം വബുക്മൻ വസുമ്മൻ മഅവാഹും ജഹന്നം വനഹ്ശറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം. ഖിയാമത്ത് നാളിൽ ഇവരെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? തല താഴോട്ട് കാലുമേലോട്ട് തല കുത്തിയിട്ടാണ് അവൻ നടന്നു വരുന്നത്. ഇവിടെ ചോദ്യമുണ്ട്, എങ്ങനെയാ തല താഴെയാക്കിയിട്ട് എങ്ങനെയാ മനുഷ്യൻ നടക്കാന്നൊരു ചോദ്യമുണ്ട്. പഠിച്ചവനെ ചെറിയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം, രണ്ട് കാലിൽ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയപ്പോൾ സ്വഹാബത്തിന്റെ മുമ്പ് ചോദ്യം വന്നിട്ടുണ്ട്, നബിയെ തല കീഴാക്കിയിട്ട് എങ്ങനെയാ നടക്കുന്നത്? മനുഷ്യൻ രണ്ടു കാലിൽ നടക്കുക എന്ന് പറയുമ്പോൾ സങ്കല്പിക്കാനാകുന്നുണ്ട്, തല അടിയിലേക്കും കാല് മുകളിലേക്കുമാക്കി ഒരു മനുഷ്യൻ എങ്ങനെ നടക്കാനാണ്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കാലിൽ നിന്ന് നടക്കാൻ കഴിവ് കൊടുത്ത റബ്ബിനെ ആ തലയിൽ നടക്കാനും പ്രയാസമില്ല. രണ്ട് കാലിൽ ഒരു മനുഷ്യൻ നടക്കാൻ പറ്റുമോ ചിന്തിച്ചു നോക്കി. ഈ കാലങ്ങ് മാറ്റിയിട്ട് രണ്ട് മുളക്കമ്പ് എടുക്കുക, രണ്ട് മുളക്കമ്പ് എടുത്തിട്ട് ആ മുളക്കമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നടക്കാൻ പറ്റും. കുറെ പരിശീലനം നടത്തിയേ പറ്റും, അല്ലെങ്കിൽ കെട്ടിമറിഞ്ഞുകൊണ്ട് കൊണ്ടോണ്ടേ. രണ്ട് മുളക്കമ്പിൽ മാത്രം കാല് നിലത്ത് കുത്താതെ കാലുമ്പോ രണ്ട് കമ്പ് കുത്തി വെക്കുക. ഒന്നും വേണ്ട, ഈ ചക്രസൂസ് ഇട്ടിട്ട് നടക്കണമെങ്കിൽ എത്ര പ്രാക്ടീസ് ചെയ്യണം അല്ലേ? അതുകൊണ്ട് രണ്ട് കാലുണ്ടായി എന്ന് വിചാരിച്ച് നടക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടികളൊക്കെ എണീറ്റ് ഓടേണ്ടതാണ്, മറ്റു നാക്കാലികൾ ഓടുന്ന പോലെ. അത് അല്ലാഹു തആല ബാലൻസ് കൊടുത്തതുകൊണ്ടാണ് ഇത്രയും ഭാരം ഈ രണ്ട് കാലിന്റെയും മരക്കൊന്നും കീഴ്പ്പെട്ടുള്ള വെയിറ്റ് ഒന്ന് വ്യത്യസ്തമായിട്ട് തൂക്കി നോക്കിയാൽ അറിയാം. ഇത്രയും ഭാരം ഈ രണ്ട് കാലിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു? അത് അല്ലാഹു തആല നൽകിയ ഒരു സംവിധാനമാണ്. രണ്ട് കാലുണ്ടായി എന്ന് വിചാരിച്ച മനുഷ്യന് നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, രണ്ട് കാല് മാത്രമുള്ള ഒരു സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയും അല്ലെ? രണ്ട് കാല് കൊടുത്ത് നമ്മൾ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് കാലിങ്ങനെ വെച്ചിട്ട് സാധനം വെച്ച് കഴിഞ്ഞാൽ കാറ്റൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയ. അപ്പൊ മനുഷ്യൻ ഈ രണ്ട് കാലിൽ നിൽക്കാനുള്ള സംവിധാനം അല്ലാഹു തആല കൊടുത്ത് പ്രത്യേകമായ ഒരു ബാലൻസിന്റെ ഒരു കഴിവാണ്. അപ്പൊ ഈ കഴിവ് അല്ലാഹു തആല കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ രണ്ട് കാലിൽ നിൽക്കുന്നു, ഓടുന്നു, ചാടുന്നു, മറിയുന്നു ഒക്കെ ചെയ്യുന്നു. അത് ബാലൻസ് ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു കഴിവ് കൊടുത്ത റബ്ബിന് നാളെ മനുഷ്യനെ, തെറ്റ് ചെയ്തവനെ, അവനെ ശിക്ഷിക്കാൻ വേണ്ടി തല കീഴാക്കി കാല് മുകളിലോട്ടാക്കി നടത്തുന്നതിൽ അള്ളാഹുവിന് പ്രയാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയാണ്, നാളെ അവനെ കൊണ്ടുവരുന്നത് വനഹ്ശറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം, അവന്റെ മുഖം കുത്തിയിട്ടാണ് നടന്നു വരുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മാത്രല്ല, തെറ്റ് ചെയ്തവരെ കൊണ്ടുവരുന്നത് ഉംയം വബുക്മൻ വസുമ്മാ, അവന് ചെവി കേൾക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല, മിണ്ടാൻ കഴിയുന്നില്ല, അവന്റെ വേവലാദികളടക്കമൊന്ന് പറയാനുള്ള അവസരം പോലും അവനില്ല. ആഖിറത്തിലേക്ക് തെറ്റ് ചെയ്ത ദോഷികളെ കൊണ്ടുവരുമ്പോൾ ഈ അടയാളങ്ങളുമായിട്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞത്, ജനങ്ങളെ ഇങ്ങനെയൊക്കെ സംഭവം വരാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആളുകൾക്ക് തിരിയും നീ ഏത് കാറ്റഗറിയിൽ പെട്ടവനാണെന്ന്. യുറഫുൽ മുജ്രിമൂന ബിസിമാഹും, അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് തന്നെ അതിന്റെ അടയാളം വ്യക്തമാണ്. അങ്ങനെ കാണുമ്പോ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഫയുഖദു ബിന്നവാസി വല്ലഖദാം, നിന്റെ കാല് കൂട്ടിപ്പിടിക്കുന്നു, തലയുടെ മുടി കുടുംബ ഈ മുടിഭാഗം അങ്ങ് കൂട്ടിപ്പിടിക്കുന്നു, രണ്ടും കൂട്ടിയിട്ടിങ്ങ് വളച്ചു പിടിച്ചിട്ട് നരകത്തിലേക്ക് അങ്ങ് എറിഞ്ഞു കളയുന്നു.
ഈ കാൽഭാഗവും തലഭാഗവും കൂട്ടിയിട്ട് രണ്ട് ഭാഗത്തേക്കും ഇങ്ങ് കൂട്ടി വന്നാൽ മനുഷ്യനൊരു മോഡലിൽ ഇങ്ങനെ റൗണ്ടിലായി മാറുന്നുണ്ട്. ഇവിടെ ഇമാമിങ്ങളെ വിശദീകരണം കാണാം. മുന്നോട്ടാണ് വളക്കുന്നതെങ്കിൽ നമ്മളൊക്കെ കുനിയാറുണ്ട്, പക്ഷേ അള്ളാഹു വളക്കുന്നത് നേരെ പുറകോട്ടാണ് കേട്ടോ. തലഭാഗം ബേക്കോട്ട് കൊണ്ടുപോകുന്നു, കാൽഭാഗവും ബേക്കോട്ട് കൊണ്ടുപോകുന്നു. ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങ് വളച്ചു കെട്ടിയിട്ട് ചെങ്ങലയിൽ കോർത്തിട്ട് നരകത്തിലേക്ക് എറിയുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തെറ്റെയ്ത ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് ഫയുഖദു ബിന്നവാസി വൽ അഖ്ദാം. നിന്റെ കാലും തലയിലുള്ള മുടിയും രണ്ട് അറ്റങ്ങളും പിടിച്ച് പുറകോട്ട് നിന്നെ വലിച്ചു വളച്ചു പിടിക്കും, എന്നിട്ട് ചങ്ങലയിൽ കോർത്ത് കളയും, എന്നിട്ട് അല്ലാഹു നരകത്തിലേക്ക് എറിയുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ്, മനുഷ്യന്മാരെ, ജിന്നുകളെ, നിങ്ങൾ എന്നിട്ടും എന്നെ കളവാക്കി കളയുകയാണോ? ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നന്നാകാനാണ്. എന്നിട്ട് അല്ലാഹു തആല നരകത്തെ കുറിച്ച് നമ്മോട് പറയുന്നതും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ആ കാരുണ്യം അല്ലാഹുവിനില്ലായിരുന്നു എങ്കിൽ നരകത്തെ കുറിച്ച് നമ്മെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വരുമ്പോ അവിടെ വെച്ച് കണ്ടാൽ മതി എന്ന തീരുമാനം മതിയായിരുന്നു. പക്ഷെ അല്ലാഹു നമ്മോട് കാരുണ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, അപകടം വരുന്നുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ നരകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലാഹു പറയാൻ, ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. ഈ നരകം ആർക്കുള്ളതാണ്? കളവാക്കിയ ആളുകൾക്കുള്ളതാണ്. ആ മനുഷ്യർ യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. ആ മനുഷ്യർ എന്ത് ചെയ്യും? ഈ നരകത്തിന്റെയും തിളച്ചു മറിയുന്ന ചൂടുവെള്ളത്തിന്റെയും ഇടയിലൂടെ അവരിങ്ങനെ പൊറുതുമുട്ടിയിട്ട് ഓടിക്കളിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പാറ്റ പൊടിഞ്ഞ് ഒരു വെളിച്ചം കാണുമ്പോൾ വിഭ്രാന്തിയോടെ പാറിക്കളിക്കുന്നത് പോലെ മനുഷ്യൻ നരകവും തിളച്ചു മറിയുന്ന ഈ വെള്ളവും കണ്ട് ഞാൻ ഇതിൽ പെടാതെ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ അവൻ അതിലൂടെ ഇങ്ങനെ യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. ആ വെള്ളത്തിന്റെയും നരകത്തിന്റെയും ഇടയിലൂടെ അവനിങ്ങനെ ഓടിക്കളിക്കുകയാണ്. ആ വെള്ളമേതാണ്? ശദീദുൽ ഹറാറതി, നല്ല കഠിന ചൂടുള്ള വെള്ളമാണ്. യുസ്തൗന ഇദസ്തഗാസു, അതേ നരകത്തിൽ നിന്ന് ദാഹിച്ചിട്ട് വെള്ളം ചോദിച്ചാൽ അല്ലാഹു കൊടുക്കുന്നത് ആ വെള്ളം തന്നെ. അങ്ങനെ ആ വെള്ളത്തിന്റെയും നരകത്തിന്റെയും ഇടയിലൂടെ മനുഷ്യരിങ്ങനെ ഓടി നടക്കും കേട്ടോ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വീണ്ടും അല്ലാഹു ചോദിക്കാണ്, നിങ്ങൾ കളവാക്കുകയാണോ? ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ദുനിയാവിൽ നിന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ അംഗീകരിക്കാനും നന്നാകാനും വേണ്ടിയാണ്. ഈ നരകവും ഈ സ്വർഗവും പറയുന്നത് ഒരു സീരിയലോ സിനിമയോ മോഡലല്ല. നിങ്ങൾക്ക് നാളെ വരാനുള്ള തുറന്ന സത്യങ്ങളാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിതത്തെ മാറ്റം വരുത്താനാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇതെല്ലാം പറഞ്ഞിട്ടും നിങ്ങൾ എന്റെ എന്റെ ഖുർആനിനെ, എന്റെ വചനങ്ങളെ, എന്റെ മുർസലീങ്ങളെ നിങ്ങൾ കളവാക്കി കളയുകയാണോ? അല്ലാഹു ചോദിക്കുന്നു. മുഅ്മിനീങ്ങളെ, നോക്കൂ നിങ്ങൾ, ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം സ്വർഗത്തിന്റെ അവകാശികൾക്ക് അല്ലാഹു നൽകുന്ന സുഹൃത്തുക്കളെയാണ് പറയുന്നത്. നരകത്തെ അല്ലാഹു പറഞ്ഞത് റഹ്മത്തായിട്ടാണ്, എന്നാൽ സ്വർഗത്തെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഈ നരകം അല്ലാഹു ആദ്യം നമ്മോട് പറഞ്ഞ് നരകത്തിന്റെ ഭയാനകതയെ, ഒരു മനുഷ്യനും അവന്റെ പിടിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് അല്ലാഹു തആല ഈ സൂറത്തിലൂടെ സ്ഥാപിച്ചു തന്നു. ഇനി ഖിയാമത്ത് നാളിൽ ഓരോ ദോഷികളും കടന്നു വരുന്നത് എങ്ങനെ? അവരോട് ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നീ ചെയ്തോ ഇല്ലയോ എന്ന ചോദ്യമല്ല എന്നാണ്. നീ എന്തുകൊണ്ട്, എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചെയ്തില്ലേ എന്ന ചോദ്യം അവനുണ്ട്. കാരണം അള്ളാഹുവിന് ചെയ്തോ ഇല്ലേ എന്ന് സംശയമല്ല. ആ സംശയത്തിന്റെ പേരിൽ ഒരു ചോദ്യം അവിടെ അല്ല എന്നാ പറഞ്ഞത്. ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ ഒരു ചോദ്യം ആവർത്തനത്തിന്റെ അവിടെ ആവശ്യമില്ല.
നേരെ മറിച്ച് അള്ളാഹുവിന് ഉറപ്പുള്ളത് കൊണ്ട് നീ ഇന്ന സമയത്ത് അള്ളാഹു സ്ഥാപിക്കുകയാണ്, അവൻ നിഷേധിക്കുമ്പോൾ സ്ഥാപിക്കുന്നു. നീ ചെയ്തത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിൽ നീ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷയാണിത്. അപ്പൊ പിന്നെ നിഷേധിക്കാൻ യാതൊരു വകയുമില്ല. ഇങ്ങനെ ആ തെറ്റ് ചെയ്തവൻ പിന്നീട് അള്ളാഹുവിനോട് തർക്കിക്കുമ്പോഴാണ് അവന്റെ വായക്ക് സീല് വെക്കുന്നു, കൈകൾ സംസാരിക്കുന്നു. നമ്മൾ സൂറത്ത് യാസീനിന്റെ വിശദീകരണം പറഞ്ഞ പായത്തൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നീ ചെയ്ത മുഴുവൻ കാര്യങ്ങളും കൈ സംസാരിക്കുന്നു, കാലുകൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്നു, നമ്മുടെ ഓരോ തൊലിയുടെ ഓരോ ഭാഗങ്ങളും സംസാരിക്കുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാനാകൂല. നമുക്ക് ഇന്ന് കൂട്ടുനിന്ന കൈയും ഇന്ന് കൂട്ടുനിന്ന കാലും നമ്മുടെ കൽബും മൊബൈലിൽ തോണ്ടാൻ വേണ്ടി നമ്മുടെ കൂടെ നിന്ന് ചലിച്ച നമ്മുടെ ചൂണ്ടുവരലും എല്ലാം നാളെ നമുക്കെതിരെ മുഖം നോക്കിയിട്ട് നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കും. നമ്മളൊരു മനുഷ്യന്റെ നേരെ ചൂണ്ടുവിരൽ ചൂണ്ടുമ്പോ ബാക്കിയുള്ള വിരലുകൾ നമുക്ക് നേരെയാണ് ചൂണ്ടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ രോമങ്ങൾ, നമ്മുടെ തലമുടി എല്ലാം നമുക്കെതിരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈമാനികമായ ജീവിതം നയിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ ഭയാനകരമായ നരകത്തിൽ നിന്ന് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും രക്ഷ നൽകുമാറാകട്ടെ.